ഗസയിൽ നിന്ന് കരളിലിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പട്ടിണിയും ആയുധങ്ങളും ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു. ഇതോടെ അതിശക്തമായ സമ്മർദ്ദമാണ് നെതന്യാഹുവിന് ഉണ്ടായത്. ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ് നെതന്യാഹു. ഗസയിലെ 3 കേന്ദ്രങ്ങളിൽ ദിവസവും 10 മണിക്കൂർ വീതം ആക്രമണം നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അൽമവാസി, ദൈറുൽ ബലാഹ്, ഗസ സിറ്റി എന്നിവിടങ്ങളിലാണ് വെടിനിർത്തൽ. സഹായ വിതരണത്തിനായാണ് ദിവസേന 10 മണിക്കൂർ ആക്രമണം നിർത്തിവെക്കുന്നത്. ഗസയിൽ പട്ടിണി മരണം വർദ്ധിച്ചതോടെയാണ് സഹായ വിതരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ഉണ്ടായത്. ജീവൻ നിലനിർത്താൻ വേണ്ട ഭക്ഷണം പോലും ഗസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ദിവസവും ഗസയിൽ നിന്ന് വരുന്നത്. ഇതോടെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുൾപ്പെടെ ശക്തമായ ഇടപെടൽ നടത്തിയത്. ഇതേ തുടർന്നാണ് ഉപരോധത്തിൽ നേരിയ മാറ്റം വരുത്താൻ ഇസ്രായേൽ തയ്യാറായത്. വിമാനമാർഗം ഭക്ഷ്യക്കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യാൻ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ചുരുക്കം കേന്ദ്രങ്ങളിൽ ഭക്ഷ്യവിതരണത്തിന് യുനർവയെ അനുവദിക്കാനും തീരുമാനിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. എന്നാൽ കരമാർഗം സഹായം ഗസയിൽ എത്തിക്കണമെന്നാണ് UN ആവശ്യപ്പെടുന്നത്. അതിനിടെ വിമർശനവുമായി ഹമാസ് രംഗത്ത് വന്നു. ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രഖ്യാപനം മാത്രമാണ് ഇസ്രായേലിൻ്റെതെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തുന്നത്. ഗസയിലേക്ക് സഹായവുമായി എത്തിയ ഹാൻഡല എന്ന ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ ഇസ്രായേൽ നാവികസേന ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 12 സന്നദ്ധ പ്രവർത്തകരെക്കുറിച്ച് വിവരം കൈമാറാൻ പോലും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുന്നതിൻ്റെ പഴി ഇസ്രായേൽ ഹമാസിന് മേൽ ചുമത്തുന്നു. ഹമാസാണ് വെടിനിർത്തലിന് തടസ്സം നിൽക്കുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. അതിനിടെ വിശദീകരണവുമായി ഹമാസ് എത്തി. ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഹസം ബ്രിഗേഡിൻ്റെ ഔദ്യോഗിക വക്താവ് അബു ഒബൈദയാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. എല്ലാ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കാനുള്ള താൽപ്പര്യം പലതവണ ഇസ്രായേലിനെ അറിയിച്ചു. എന്നാൽ ഇത് ഇസ്രായേൽ നിരാകരിച്ചതായി അബു ഒബൈദ പറഞ്ഞു. ഇസ്രായേൽ ബന്ദികളുടെ ജീവൻ്റെ കാര്യത്തിൽ നെതന്യാഹു ഭരണകൂടത്തിന് താൽപ്പര്യമില്ലെന്നാണ് ഈ നിലപാട് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഹമാസ് വക്താവ് ആരോപിച്ചു. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വലിയ കലാപം നടക്കുകയാണ്. ബന്ദികളുടെ കുടുംബാംഗങ്ങളാണ് വൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്താതെ പോകുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. വെടിനിർത്തൽ ചർച്ചകൾക്ക് പകരം മറ്റ് മാർഗങ്ങൾ തേടുമെന്ന് നെതന്യാഹു സൂചന നൽകിയിരുന്നു. ഇതാണ് പ്രതിഷേധം ശക്തമാക്കിയത്. ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ഹമാസ് പറയുന്നുണ്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും പൂർണ്ണമായൊരു കരാർ വേണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു. അതിനിടെ ഗസയിൽ തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ടെലവീവിലെ US എംബസി ശാഖയിലേക്ക് അതിക്രമിച്ചു കയറി പോലീസുകാരുമായി ഏറ്റുമുട്ടി. നിലവിൽ വെടിനിർത്തലിനായി നേരിട്ടല്ലാത്ത ചർച്ചകൾ ഖത്തർ നടത്തുകയാണ്. ചർച്ചകളിൽ യാതൊരു പുരോഗതിയുമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെടിനിർത്തലിന് ഒരുക്കമാണെന്നാണ് ഹമാസ് പറയുന്നത്. ഉപാധികളായി ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക, പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പുനൽകുക എന്നീ ആവശ്യങ്ങളാണ്. നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നുകൂടി ഇസ്രായേൽ പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഭാഗികമായൊരു വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്.